പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ അറിയിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് 2025 ജനുവരി 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടന സ്ഥാപിതമായതിനു ശേഷം ഏകദേശം 76 വർഷം കടക്കുകയാണ്. ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായിട്ടുള്ള ഭരണഘടന പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണ നിർവഹണമാണ് സ്വാഭാവികമായും മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതിനനുസൃതമായി വന്നിട്ടുള്ള ഭരണ നിർവഹണങ്ങളെ മുഴുവൻ നിരാകരിച്ചും രാജ്യത്ത് മതനിരപേക്ഷതയും ബഹുസ്വരതയും ജനാധിപത്യവും പ്രഖ്യാപിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ തത്വങ്ങളെ ഒഴിവാക്കിയും ഏറ്റവും അവസാനത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും നാം പ്രതീക്ഷിക്കുന്നതും നാം കാണുന്നതും ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ നിരാകരിക്കുന്ന, അവരുടെ അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ഭരണനിർവഹണത്തിനകത്ത് നാം കാണുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നവ ബ്രാഹ്മണിക്കൽ ഫാസിസ്റ്റ് ശക്തികളുടെ ഗുരുതരമായി രാജ്യത്തെ പിടിമുറുക്കുന്ന അത്യന്തം അപകടകരമായൊരു സാഹചര്യമാണ്. രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, രാജ്യത്തെ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ, ഈ പറയപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ അട്ടിമറിക്കുന്ന വിധമുള്ള ഭരണനിർവഹണ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം രാജ്യത്തിനകത്തു നിന്നുകൊണ്ടൊരു മറ്റൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുന്ന വിധമുള്ള അപകടകരമായ ഒരു പ്രവർത്തനം, ഒരു ഭരണനിർവഹണം സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഈ റിപ്പബ്ലിക് ഡേയിൽ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും രാജ്യം അങ്ങോട്ടും ഇനിയുള്ള കാലത്തും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അന്തസ്സും അഭിമാനവും ഉയർത്തി അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംരക്ഷിച്ചു പിടിച്ച് നമ്മുടെ രാജ്യത്തെ ഭരണഘടന പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ വിഭജിച്ച് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിഭജിച്ച് മാറ്റി നിർത്തി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയ വംശീയ ധ്രുവീകരണങ്ങൾ, രാജ്യത്ത് പാടില്ലാത്ത വിധം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഇത്തരം രാഷ്ട്രീയ സമീപനങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭരണഘടന പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ സ്ഥാപിതമാക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലും കൈയടക്കവും രാജ്യത്തെ പ്രത്യേകിച്ചും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. ഈ രാജ്യം എല്ലാവരുടേത് കൂടിയാണ്. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കുക എന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഭരണകൂടവും സ്വാഭാവികമായും സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗം രാജ്യത്തിൻ്റെ അധികാരം കൈയടക്കി രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷത്തെ അവസാനിപ്പിക്കുന്ന വിധമുള്ള സ്വാഭാവികമായി നമ്മൾ ഭയപ്പെടുന്ന ഭരണഘടനയെ നിരാകരിച്ചുകൊണ്ടും ഭരണഘടനയെ മാറ്റി നിർത്തിക്കൊണ്ടും മറ്റൊരു ഭരണഘടന പോലും ഒരുപക്ഷെ രാജ്യത്ത് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഗൂഢപദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഫാസിസ്റ്റ് സമീപനങ്ങൾ സ്വാഭാവികമായും ഒഴിവാക്കി രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ ആഭ്യന്തരമായൊരു സമാധാനത്തിനും സന്തോഷത്തിനും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രാജ്യത്ത് സ്ഥാപിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ഗൗരവപ്പെട്ട ഇടപെടൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും എല്ലാവർക്കും സമാധാനത്തോടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യം മാറ്റപ്പെടണമെന്നും ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന അത് സ്വാഭാവികമായി മുന്നിൽ വെച്ചുകൊണ്ടുള്ള എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ടുള്ള സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ കഴിയുന്ന രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഊന്നൽ കൊടുക്കുന്ന ഏകോദര സഹോദരങ്ങളെ പോലെ രാജ്യത്ത് സഹകരിച്ചു പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഭരണകൂടമായി നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങൾ മാറേണ്ടതുണ്ട്. തീർച്ചയായും ഇനിയുള്ള കാലം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നത് രാജ്യം ഏകീകരിച്ച് രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾ, വർഗീയ ധ്രുവീകരണങ്ങൾ, വംശീയ ആധിപത്യങ്ങൾ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള അവകാശങ്ങളൊക്കെ
അത്തരം ദുഷ്പ്രവണതകളെ മുഴുവൻ മാറ്റി നിർത്തി രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു 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 സഹകരണവും അത് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണനിർവഹണവും എല്ലാവർക്കും സഹകരിച്ചു പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും രാഷ്ട്രീയമായും സാമൂഹികമായും നമ്മുടെ രാജ്യത്ത് മതപരമായും നിലനിൽക്കണമെന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്വാഭാവികമായി എല്ലാവരും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറാൻ, അത് മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് മുഴുവൻ ജനവിഭാഗങ്ങളും മാറണമെന്ന് ഈ തരുണത്തിൽ സ്വാഭാവികമായി താല്പര്യപ്പെടുക.